സ്റ്റോറി മലയാളം. എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറി മലയാളത്തിലേക്ക് സ്വാഗതം. ആപ്പിൾ മരത്തിലെ ഹൃദയം. പണ്ടൊരു കാട്ടിൽ നദിയുടെ കരയിലായി ഒരു ആപ്പിൾ മരം ഉണ്ടായിരുന്നു. ഈ ആപ്പിൾ മരത്തിലായിരുന്നു ഒരു കുരങ്ങൻ ജീവിച്ചിരുന്നത്. അവൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസം. ആപ്പിൾ മരത്തിൽ നിന്നും ആപ്പിളുകളും ഭക്ഷിച്ച് അവൻ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു മുതല അവിടെ എത്തിച്ചേർന്നു. അവൻ ആഹാരം അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു. ഒടുവിൽ ആപ്പിൾ മരത്തിലിരിക്കുന്ന കുരങ്ങനെ കണ്ടു. കുരങ്ങനെ കണ്ടതും മുതല പറഞ്ഞു, സുഹൃത്തേ, ഞാൻ കുറച്ചു ദൂരെ നിന്നാണ് വരുന്നത്. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ നന്നായിരുന്നു. ഇത് കേട്ട് ദയതോന്നിയ കുരങ്ങൻ ആപ്പിൾ മരത്തിൽ നിന്നും കുറച്ച് മധുരമുള്ള ചുവന്ന ആപ്പിളുകൾ അടർത്തിയെടുത്ത് മുതലയ്ക്ക് നൽകി. മുതല അതെല്ലാം വളരെ സ്വാദോടെ കഴിച്ചു. വിശന്നു തളർന്ന തനിക്ക് ആഹാരം നൽകിയ കുരങ്ങനുമായി മുതല വളരെ വേഗം ചങ്ങാത്തത്തിലായി. ദിവസവും മുതല കുരങ്ങനെ കാണാൻ ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ എത്തുമായിരുന്നു. അവർ ആപ്പിൾ മരത്തിലെ സ്വാദുള്ള ചുവന്ന ആപ്പിളുകളും കഴിച്ച് വളരെ നേരം സംസാരിച്ചു കൊണ്ടിരിക്കുക പതിവായി. ഒരു ദിവസം അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ മുതല തന്റെ ഭാര്യയെക്കുറിച്ച് പറയുവാനിടയായി. നല്ലവനായ കുരങ്ങൻ അന്നു മുതൽ നദിയുടെ അക്കരെ താമസിക്കുന്ന മുതലയുടെ ഭാര്യയ്ക്ക് വേണ്ടിയും ആപ്പിളുകൾ നൽകി തുടങ്ങി. മുതലയുടെ ഭാര്യയ്ക്കും ആപ്പിൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൾ എന്നും തന്റെ ഭർത്താവ് കൊണ്ടുവരുന്ന ആപ്പിളുകൾക്കായി കാത്തിരിക്കുമായിരുന്നു. ഒരു ദിവസം അവൾ വിചാരിച്ചു, ആപ്പിളിന് ഇത്രയും രുചിയാണെങ്കിൽ മധുരമുള്ള ആപ്പിളുകൾ മാത്രം കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എന്തു മധുരമായിരിക്കും. അവനെ കഴിക്കാൻ പറ്റിയാൽ കുശാലായിരിക്കും. ഇതെല്ലാം മനസ്സിലൊളിപ്പിച്ച് കുരങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ അവൾ മുതലയോട് ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ സുഹൃത്തിനെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ ഉണ്ടാകാവുന്ന അപകടമോർത്ത് ആ പാവ മുതല അതിന് തയ്യാറായില്ല. എങ്ങനെയും കുരങ്ങനെ വീട്ടിലെത്തിക്കാനായി മുതലയുടെ ഭാര്യ ഒരു പദ്ധതി തയ്യാറാക്കി. അതിനായി അവൾ ഒരു രോഗിയായി നടിച്ചു. അതിനുശേഷം ഒരു കുരങ്ങന്റെ ഹൃദയം ഭക്ഷിച്ചാൽ മാത്രമേ തന്റെ അസുഖം ഭേദമാകുകയുള്ളൂ എന്ന് വൈദ്യൻ പറഞ്ഞതായി തന്റെ ഭർത്താവായ മുതലയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് തന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സുഹൃത്തായ കുരങ്ങന്റെ ഹൃദയം കൊണ്ടുവരാൻ അവൾ ആവശ്യപ്പെട്ടു. മണ്ടനായ മുതല തന്റെ ഭാര്യ പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചു. എന്നാൽ സുഹൃത്തിനെ കൊല്ലണമല്ലോ എന്ന ചിന്ത അവനെ അസ്വസ്ഥനാക്കി. ഭാര്യ മരിക്കുന്നത് കാണാൻ ആ മുതലയെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. ഒടുവിൽ കുരങ്ങനെ കൊണ്ടുവരാൻ തന്നെ മുതല തീരുമാനിച്ചു. അതിനായി ആപ്പിൾ മരത്തിനടുത്തു ചെന്ന് കുരങ്ങനെ മുതല വീട്ടിലേക്ക് ക്ഷണിച്ചു. തന്റെ സുഹൃത്തായ മുതലയുടെ ക്ഷണം കുരങ്ങൻ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചു. കുരങ്ങൻ പറഞ്ഞു, സുഹൃത്തേ, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ നദിയുടെ അക്കരെയല്ലേ നിങ്ങളുടെ വീട്? ഞാൻ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് വരുന്നത്? എനിക്ക് നിന്നെപ്പോലെ വെള്ളത്തിലൂടെ നീന്താനൊന്നും അറിയില്ലല്ലോ. ഇത് കേട്ട മുതല പറഞ്ഞു, അതിനാണോ വിഷമം? നീ എന്റെ പുറത്തു കയറിക്കോളൂ, ഞാൻ നിന്നെ അക്കരെ എത്തിക്കാം. ഇത് കേട്ടതും കുരങ്ങൻ മുതലയുടെ പുറത്തു കയറി നദിയുടെ അക്കരയ്ക്ക് യാത്രയായി. അവൻ നദിയിലെ കാഴ്ചകളും കണ്ട് അങ്ങനെ ഇരുന്നു. നദിയുടെ മധ്യത്തിലെത്തിയപ്പോൾ മുതല കരുതി, ഇനി എന്തായാലും കുരങ്ങന് തിരിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ട് അവനോട് സത്യം പറയാം. മുതല കുരങ്ങനോട് പറഞ്ഞു, സുഹൃത്തേ, എന്റെ ഭാര്യയ്ക്ക് അസുഖമാണ്. ഒരു കുരങ്ങന്റെ ഹൃദയം ഭക്ഷിച്ചാൽ മാത്രമേ അസുഖം ഭേദമാകൂ. നിന്നെ അതിനുവേണ്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് കേട്ട കുരങ്ങൻ ഞെട്ടിപ്പോയി. അവൻ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. പക്ഷേ തന്റെ ധൈര്യം കൈവിടാതെ ചിന്തിച്ച് പെട്ടെന്ന് തന്നെ ഒരു ഉപായം കണ്ടെത്തി. എന്നിട്ട് മുതലയോട് ഇപ്രകാരം പറഞ്ഞു, നീ എന്തൊരു മണ്ടനാണ്! ഇതിനാണോ എന്നെ കൊണ്ടുപോകുന്നത്? നിന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കുന്നതിന് എന്റെ ഹൃദയം നൽകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്റെ ഹൃദയം ഞാൻ ആപ്പിൾ മരത്തിലെ ഒരു പൊത്തിൽ വച്ചിരിക്കുകയാണ്. ഞങ്ങൾ കുരങ്ങന്മാർ അങ്ങനെ ഹൃദയം കൊണ്ടു നടക്കാറില്ല. നീ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹൃദയവും എടുത്തുകൊണ്ട് വരുമായിരുന്നല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. എത്രയും വേഗം തിരിച്ചുപോയി ഹൃദയവുമായി മടങ്ങി വരാം.
ഇത് കേട്ട മണ്ടനായ മുതല വളരെയധികം സന്തോഷിച്ചു. അവൻ മനസ്സിൽ പറഞ്ഞു, ഒരു മടിയും കൂടാതെ തന്റെ ഹൃദയം നൽകാൻ മാത്രം ദയയുള്ളവനാണല്ലോ തന്റെ സുഹൃത്ത്. ഭാര്യയുടെ അസുഖം മാറുകയും ചെയ്യും, സുഹൃത്തിനെ കൊല്ലുകയും വേണ്ട. ഇങ്ങനെ ചിന്തിച്ച് മുതല കഴിയുന്നത്ര വേഗത്തിൽ തിരിച്ചു നീന്തി. ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ അവർ എത്തിയതും കുരങ്ങൻ ഒറ്റച്ചാട്ടത്തിന് ആപ്പിൾ മരത്തിലേക്ക് കയറി. എന്നിട്ട് ഹൃദയവും പ്രതീക്ഷിച്ചു നിന്ന മുതലയോട് ഇപ്രകാരം പറഞ്ഞു: ഭാര്യയുടെ വാക്ക് കേട്ട് സ്വന്തം സുഹൃത്തിനെ അപായപ്പെടുത്താൻ തുനിഞ്ഞ നീ എന്തൊരു മണ്ടനാണ്. പോയി ദുഷ്ടയായ നിന്റെ ഭാര്യയോട് പറയൂ, അവളുടെ ഭർത്താവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയെന്ന്. എന്നിട്ട് ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ കുരങ്ങൻ മരച്ചിലകൾക്കിടയിൽ ഒളിച്ചു. ആപ്പിൾ മരത്തിലെ ഹൃദയം എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ മനസ്സാന്നിധ്യവും ബുദ്ധിസാമർഥ്യവും കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. പൂച്ചയ്ക്കൊരു മണികെട്ട. പണ്ടൊരു വീട്ടിൽ തട്ടുംപുറത്ത് നിരവധി എലികൾ പാർത്തിരുന്നു. അവർ തങ്ങൾക്കു കിട്ടുന്ന ആഹാരം പരസ്പരം നൽകി സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എവിടെ നിന്നോ വന്ന ഒരു പൂച്ച ആ വീട്ടിൽ താമസം തുടങ്ങിയത്. തട്ടുംപുറത്ത് എലികൾ കണ്ട പൂച്ച അവിടെ സ്ഥിര താമസമാക്കി. അവൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പമ്മി നടന്ന് തന്റെ കയ്യിൽ കിട്ടുന്ന എലികളെയെല്ലാം ഭക്ഷിച്ചു. പൂച്ചയുടെ ശല്യം കൂടി വന്നപ്പോൾ എലികളെല്ലാം തട്ടുംപുറത്ത് ഒരു യോഗം ചേർന്നു. എങ്ങനെ പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടാം എന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. കൂട്ടത്തിൽ ഒരെലി പറഞ്ഞു: രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പൂച്ച നമ്മളെ വേട്ടയാടുകയാണ്. അതിനൊരു അവസാനം വേണം. അപ്പോൾ മറ്റൊരെലി പറഞ്ഞു: അതെ, അത് ശരിയാണ്. പൂച്ച പമ്മി വരുന്നത് കാരണം നമുക്ക് ഓടി രക്ഷപ്പെടേണ്ട സമയം പോലും കിട്ടുന്നില്ല. അടുത്തെത്തി കഴിയുമ്പോഴായിരിക്കും പൂച്ചയെ കാണുന്നത്. അപ്പോൾ പിന്നെ രക്ഷപ്പെടാനും കഴിയില്ല. ഇത് കേട്ടതും മറ്റൊരെലി പറഞ്ഞു: പൂച്ച വരുന്ന ശബ്ദം കേൾക്കാൻ പറ്റിയാൽ നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് ഓടി ഒളിക്കാൻ സമയവും കിട്ടും. അങ്ങനെ എലികളുടെ ചർച്ച പൂച്ച വരുന്നതറിയാൻ എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തുന്നതിലേക്കായി. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് കൂട്ടത്തിൽ ചെറിയൊരു എലി ഇങ്ങനെ പറഞ്ഞത്: നമുക്ക് പൂച്ചയ്ക്കൊരു മണി കെട്ടിക്കൊടുക്കാം. അതാകുമ്പോൾ പൂച്ച വരുന്ന ഒച്ച കേട്ട് നമുക്ക് ഓടി ഒളിക്കാം. ഈ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടമായി. അവർ അതിനെ അനുകൂലിച്ചു. പിന്നെ അവരുടെ ചർച്ച എങ്ങനെ പൂച്ചയ്ക്ക് മണി കെട്ടാം എന്നതായി. അപ്പോൾ കൂട്ടത്തിൽ ഒരു എലി പറഞ്ഞു: അങ്ങനെയാണെങ്കിൽ എന്നും ഉച്ചയ്ക്ക് വയറു നിറച്ച് ആഹാരം കഴിച്ചതിനു ശേഷം പൂച്ചയ്ക്കൊരു ഉറക്കമുണ്ട്. നമുക്ക് ഈ സമയം നോക്കിപ്പോയി മണി കെട്ടിയാലോ? ആ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും അതിനെ അനുകൂലിച്ചു. അപ്പോഴാണ് കൂട്ടത്തിലെ പ്രായമായ എലി എല്ലാവരോടുമായി ചോദിച്ചത്: പൂച്ചയ്ക്ക് മണികെട്ടുക എന്നത് വളരെ നല്ല ആശയം തന്നെയാണ്. പക്ഷെ ആരാണ് പൂച്ചയ്ക്ക് മണികെട്ടാനായി പോകുന്നത്? അതറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇത് കേട്ടതും അവർ പരസ്പരം നോക്കി. ആര് ചെയ്യും? ആര് ചെയ്യും? അവർ പരസ്പരം പെറുപെറുത്തു. യോഗത്തിൽ പങ്കെടുത്ത എലികളോ അഭിപ്രായം പറഞ്ഞ എലികളോ ആരും തന്നെ അതിന് തയ്യാറായി മുന്നോട്ട് വന്നില്ല. അങ്ങനെ എലികളുടെ യോഗം തീരുമാനം ഒന്നും ആകാതെ തന്നെ അവസാനിച്ചു. പൂച്ചയ്ക്കൊരു മണികെട്ടാം എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? ഒരു പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുക എന്നത് വളരെ എളുപ്പവും എന്നാൽ അത് പ്രാവർത്തികമാക്കുക എന്നത് വളരെ പ്രയാസവുമാണ്. വേട്ടക്കാരനും 4 സുഹൃത്തുക്കളും. പണ്ടൊരു കാട്ടിൽ 4 സുഹൃത്തുക്കൾ വസിച്ചിരുന്നു. കാക്ക, മാൻ, ആമ, ചുണ്ടലി എന്നിവരായിരുന്നു ആ 4 സുഹൃത്തുക്കൾ. അവർ എന്നും വൈകുന്നേരം കാട്ടിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടുമായിരുന്നു. പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും അവർ സമയം ചിലവഴിച്ചു. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ദിവസവും അവർ ഇതിനായി സമയം മാറ്റിവെച്ചു.
അതിനൊരു മുടക്കവും വരുത്തിയിരുന്നില്ല. അങ്ങനെ അവർ പരസ്പരം സ്നേഹിച്ച് ആ കാട്ടിൽ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവ് പോലെ അവർ ആ മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. എന്നാൽ മാൻ മാത്രം അവിടെ എത്തിയില്ല. അവർ മാനിനെയും പ്രതീക്ഷിച്ചു ഒരുപാട് നേരം അവിടെ നിന്നു. സമയം വൈകുന്തോറും തങ്ങളുടെ സുഹൃത്തിന് എന്തെങ്കിലും അപകടമുണ്ടായോ എന്നവർ ഭയന്നു. അപ്പോൾ കാക്ക പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം. പറന്നുപോയി കാട്ടിലൊക്കെ മാനിനെ അന്വേഷിച്ചിട്ട് വരാം. തീർച്ചയായും അവനെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇതും പറഞ്ഞ് കാക്ക പറന്നുപോയി. എന്നിട്ട് അവൻ ആ കാട് മുഴുവൻ മാനിനെ അന്വേഷിച്ചു. അപ്പോൾ അതാ കുറ്റിക്കാട്ടിൽ ഒരു വേടൻ വിരിച്ച വലയിൽ കുടുങ്ങിയ നിലയിൽ കാക്ക മാനിനെ കണ്ടു. കാക്കയെ കണ്ടതും മാൻ പറഞ്ഞു, സുഹൃത്തേ, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷിക്കൂ. വേടൻ ഏതു നിമിഷവും ഇവിടെ വരാം. അതിനു മുൻപ് ഏതു വിധേനയും എന്നെ ഈ വലയിൽ നിന്നും പുറത്തു കടക്കാൻ സഹായിക്കണം. ഇത് കേട്ടതും കാക്ക പറഞ്ഞു, സുഹൃത്തേ, നീ പേടിക്കാതിരിക്കൂ. ഞാൻ പോയി മറ്റുള്ളവരോട് വിവരം അറിയിക്കട്ടെ. ഉറപ്പായിട്ടും നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ ഒരു ഉപായവുമായി ഞാൻ മടങ്ങി വരുന്നതാണ്. ഇതും പറഞ്ഞ് കാക്ക പറന്നുപോയി തന്റെ സുഹൃത്തുക്കളോട് നടന്ന സംഭവം വിവരിച്ചു. ഇത് കേട്ടുകൊണ്ടിരുന്ന ചുണ്ടലി ഉടനെ കാക്കയോട് പറഞ്ഞു, സുഹൃത്തേ, എത്രയും വേഗം മാൻ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം ഏതാണെന്ന് പറയൂ. ഞാൻ അവിടെ എത്തി ആ വലയുടെ കണ്ണികൾ കടിച്ചു മുറിച്ച് മാനിനെ വലയിൽ നിന്ന് രക്ഷിക്കുന്നതായിരിക്കും. ഇതു കേട്ടതും കാക്ക എലിയോട് പറഞ്ഞു, മാൻ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം ഇവിടെ നിന്നും അല്പം അകലെയാണ്. നീ അവിടെ എത്തുമ്പോഴേക്കും വേടൻ വന്ന് മാനിനെ കൊണ്ടുപോയിരിക്കും. അപ്പോൾ ആമ കാക്കയോട് പറഞ്ഞു, നീ പറയുന്നത് ശരിയാണ്. നമ്മുടെ പക്കൽ അത്രയും സമയമില്ല. ഒരു കാര്യം ചെയ്യൂ, എത്രയും വേഗം എലിയെ നിന്റെ പുറത്തു കയറ്റി അവിടേക്ക് കൊണ്ടുപോകൂ. ഞാൻ പുറകെ വന്നുകൊള്ളാം. ഇത് കേട്ടതും കാക്ക പറഞ്ഞു, ഇത് തീർച്ചയായും നല്ല ആശയമാണ്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഉടൻ തന്നെ കാക്ക ചുണ്ടലിയെയും തന്റെ പുറത്തു കയറ്റി മാനിന്റെ അടുത്തേക്ക് പറന്നു. തന്റെ സുഹൃത്തുക്കളെ കണ്ട മാനിന് വളരെയധികം സന്തോഷമായി. ചുണ്ടലി ഒട്ടും സമയം കളയാതെ വലക്കണ്ണികൾ ഓരോന്നായി മുറിക്കാൻ തുടങ്ങി. കാക്ക വേടൻ വരുന്നുണ്ടോ എന്ന് നോക്കാനായി പറന്ന് മരക്കൊമ്പിൽ പോയി ഇരുന്നു. അപ്പോഴേക്കും ആമയും ഇഴഞ്ഞ് അവിടെ എത്തി. എത്രയും പെട്ടെന്ന് എലി വലക്കണ്ണികൾ കടിച്ചു മുറിച്ച് മാനിനെ സ്വതന്ത്രമാക്കി. അപ്പോഴായിരുന്നു വേടന്റെ വരവ്. വേടൻ വരുന്നത് കണ്ട കാക്ക സുഹൃത്തുക്കൾക്ക് മുന്നറിയിപ്പും നൽകി ദൂരെയുള്ള മരക്കൊമ്പിൽ ഒളിച്ചു. മാനോടി അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചു. എലി അടുത്ത് കണ്ട ഒരു മാളത്തിലും ഒളിച്ചു. എന്നാൽ പാവം ആമയ്ക്ക് പതിയെ ഇഴഞ്ഞു നീങ്ങാനേ കഴിഞ്ഞുള്ളൂ. മാനിനായി വല വിരിച്ചിരുന്നിടത്തെത്തിയ വേടൻ പൊട്ടിക്കിടന്ന വല കണ്ടു ഞെട്ടി. അപ്പോൾ വേടൻ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രയും വലിയ വല എങ്ങനെയാണ് ഒരു മാൻ പൊട്ടിച്ചത്? ഇന്ന് വെറും കൈയോടെ മടങ്ങേണ്ടി വരുമല്ലോ. അപ്പോഴാണ് പതിയെ ഇഴഞ്ഞു നീങ്ങുന്ന ആമ വേടന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആമയെ കണ്ട വേടന് സന്തോഷമായി. അപ്പോൾ വേടൻ മനസ്സിൽ കരുതി, മാനിനെ കിട്ടിയില്ലെങ്കിൽ എന്താ, ഇന്നത്തേക്ക് ആമയെ കിട്ടിയല്ലോ. തൽക്കാലം ഇന്ന് ആമയെ കൊണ്ട് തൃപ്തിപ്പെടാം. അങ്ങനെ വേടൻ ആമയെ പിടിച്ചു തന്റെ കയ്യിൽ കരുതിയ സഞ്ചിയിൽ ഇട്ടു. അതിനെയും കൊണ്ട് യാത്രയായി. ആമയെ വേടൻ കൊണ്ടുപോകുന്നത് കണ്ട ആ സുഹൃത്തുക്കൾ വളരെയധികം വിഷമിച്ചു. ആമയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നറിയാൻ കാക്ക വേടനെ പിന്തുടർന്നു. കുറേയധികം യാത്ര ചെയ്തപ്പോൾ ക്ഷീണിതനായ വേടൻ ഒരു തടാകത്തിന്റെ കരയിൽ വിശ്രമിക്കാനായി സഞ്ചിയും താഴെ വെച്ച് കിടന്നു. ഈ സമയം കാക്ക പറന്നു ചെന്ന് തന്റെ സുഹൃത്തുക്കളെ വിവരമറിയിക്കുകയും ആമയെ രക്ഷിക്കാൻ അവർ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. ആ പദ്ധതി പ്രകാരം മാൻ തടാകത്തിന് കുറച്ചകലെയായി ചത്തതുപോലെ കിടന്നു. എലി അടുത്തുള്ള മരപ്പൊത്തിൽ ഒളിച്ചിരുന്നു. കാക്ക മാനിന്റെ അടുത്തായി ഒരു മരക്കൊമ്പിലിരുന്നു. ക്ഷീണം തീർത്ത് എണീറ്റ വേടൻ കുറച്ചകലെ കിടക്കുന്ന മാനിനെ കണ്ടു. അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അയാൾ പതിയെ പതിയെ മാൻ കിടന്നിടത്തേക്ക് പോയി. ആ സമയം എലി ആമയെ വച്ചിരുന്ന സഞ്ചി കടിച്ചു മുറിക്കാൻ തുടങ്ങി. വേടൻ അടുത്തെത്താറായതും കാക്ക മരക്കൊമ്പിൽ നിന്നും പറന്നുയർന്ന് മാനിന് വേടൻ അടുത്തെത്തിയതിന്റെ സൂചന നൽകി. അവൻ ഉടൻ തന്നെ എണീറ്റ് പതിയെ ഓടാൻ തുടങ്ങി. വേടനും പുറകെ ഓടി.
ആമയ്ക്ക് ഇഴഞ്ഞു രക്ഷപ്പെടാനുള്ള സമയം ഉണ്ടാക്കി കൊടുക്കാനാണ് മാൻ ഇപ്രകാരം ചെയ്തത്. സഞ്ചിയിൽ നിന്നും പുറത്തിറങ്ങിയ ആമ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചു. ആമ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ മാൻ തന്റെ ഓട്ടത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. അവൻ ഉൾക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇനി മാനിന്റെ പുറകെ ഓടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ വേടൻ തിരികെ തന്റെ സഞ്ചി ഇരുന്നിടത്ത് എത്തി. അവിടെ കടിച്ചു മുറിക്കപ്പെട്ട വെറും സഞ്ചിയാണ് വേടൻ കണ്ടത്. അവൻ ചുറ്റും നോക്കി. ആമയെ അവിടെ എങ്ങും കണ്ടില്ല. വേടൻ നിരാശയോടെ പറഞ്ഞു, ആദ്യം മാനിനായി വല വിരിച്ചു, അതിനെ കിട്ടിയില്ല. പകരം ഒരു ആമയാണ് കിട്ടിയത്. എന്നാൽ ഇപ്പോൾ കയ്യിൽ കിട്ടിയ ആമയും നഷ്ടപ്പെട്ടു. അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെ ഒഴിഞ്ഞ സഞ്ചിയുമായി വേടന് തന്റെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. അങ്ങനെ ആ 4 സുഹൃത്തുക്കളും വേടന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. വീണ്ടും പഴയതുപോലെ അവർ എന്നും വൈകുന്നേരങ്ങളിൽ ആ മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടുകയും സ്നേഹത്തോടെ ഒരുപാട് കാലം ആ കാട്ടിൽ കഴിയുകയും ചെയ്തു. വേട്ടക്കാരനും 4 സുഹൃത്തുക്കളും എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? എന്തൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും ഒത്തൊരുമയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആമയും കൂട്ടുകാരും. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു ചെറിയ തടാകമുണ്ടായിരുന്നു. ഈ തടാകത്തിലായിരുന്നു സംസാരപ്രിയനായിരുന്ന ഒരു ആമ താമസിച്ചിരുന്നത്. ഈ ആമ ആവശ്യത്തിനും അനാവശ്യത്തിനും എപ്പോഴും സംസാരിക്കുക പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ തടാകത്തിൽ വരുന്ന എല്ലാ ജീവജാലങ്ങളോടും അവൻ എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ 2 കൊക്കുകൾ ആ തടാകത്തിൽ വന്നെത്തി. ആമ വളരെ വേഗം തന്നെ അവരുമായി ചങ്ങാത്തത്തിലായി. അവൻ ദിവസവും മതിവരുവോളം അവരുമായി സംസാരിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ആ കാട്ടിൽ കടുത്ത വരൾച്ച വന്നു. ആ വർഷം കാട്ടിൽ മഴ പെയ്തതേയില്ല. തടാകത്തിലെ വെള്ളവും വറ്റാൻ തുടങ്ങി. തടാകത്തിലെ വെള്ളം കുറയാൻ തുടങ്ങിയതും അതിനു ചുറ്റുമുണ്ടായിരുന്ന ജീവികളെല്ലാം പുതിയ വാസസ്ഥലം തേടിപ്പോയി. കൊക്കുകളും പോകാൻ തന്നെ തീരുമാനിച്ചു. അവർ തങ്ങളുടെ സുഹൃത്തായ ആമയോട് പറഞ്ഞു, സുഹൃത്തേ, ഞങ്ങളും മറ്റൊരു തടാകത്തിലേക്ക് പോകുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ നിന്നോട് യാത്ര ചോദിക്കാനാണ് വന്നത്. വരൾച്ച കഴിഞ്ഞ് തടാകത്തിൽ പഴയതുപോലെ വെള്ളം നിറയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇതു കേട്ടതും ആമയ്ക്ക് വിഷമം സഹിക്കാനായില്ല. അവൻ കൊക്കുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ ഈ തടാകത്തിൽ തനിച്ചാക്കി പോകാൻ കഴിയുന്നത്? കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ തടാകത്തിലെ ബാക്കിയുള്ള വെള്ളവും വറ്റും. ആഹാരം കിട്ടാതെ ഞാൻ എങ്ങനെ ജീവിക്കും? നമുക്കിനി ഒരിക്കലും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആമയുടെ വാക്കുകൾ കേട്ട കൊക്കുകൾ പറഞ്ഞു, എന്തു ചെയ്യാൻ സുഹൃത്തേ, നിനക്ക് ഞങ്ങളെപ്പോലെ പറക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിന്നെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇത് കേട്ടതും ആമ പറഞ്ഞു, എന്റെ പക്കൽ ഒരു ഉപായമുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാനത് പറയാം. ഇത് കേട്ടതും കൊക്കുകൾ പറഞ്ഞു, നിന്നെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ കൊണ്ടുപോകും. നീ ഉപായം എന്താണെന്ന് പറയൂ. ആമ ഉടൻ തന്നെ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഒരു നീളമുള്ള മരക്കൊമ്പെടുത്ത് അതിന്റെ 2 അറ്റവും നിങ്ങൾ കടിച്ചു പിടിക്കണം. ഞാൻ എന്റെ വായ് കൊണ്ട് അതിന്റെ മധ്യഭാഗത്തായി കടിച്ചു പിടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെയും കൊണ്ട് പറക്കണം. ആമയുടെ ഉപായം കൊക്കുകൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സംസാരപ്രിയനായ അവനെ ഇപ്രകാരം കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് കൊക്കുകൾ ആമയോട് പറഞ്ഞു, സുഹൃത്തേ, നിന്റെ ഉപായം നല്ലതു തന്നെയാണ്. സംസാരപ്രിയനായ നിന്നെയും കൊണ്ട് ഇങ്ങനെ പോയാൽ അത് ശരിയാകുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. നീ അബദ്ധത്തിൽ സംസാരിക്കാൻ വായ് തുറന്നാൽ അത് വലിയൊരു അപകടത്തിന് കാരണമാകും. കൊക്കുകളുടെ മറുപടി കേട്ട് ആമ പറഞ്ഞു, നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. ഞാൻ ഒരിക്കലും വായ് തുറന്ന് സംസാരിച്ച് അപകടം ക്ഷണിച്ചു വരുത്തുകയില്ല. നിങ്ങൾ ദയവായി എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകൂ. ആമയുടെ വാക്കുകൾ വിശ്വസിച്ച കൊക്കുകൾ പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായും നിന്നെ കൂടെ കൊണ്ടുപോകാം. പക്ഷേ വായ് തുറന്നാൽ ഉണ്ടാകാവുന്ന
അപകടം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സംസാരിക്കരുത്. ഇതും പറഞ്ഞ് അവർ ഒരു മരക്കൊമ്പ് സംഘടിപ്പിച്ചു. അതിന്റെ രണ്ടറ്റവും പിടിച്ചു. സമയം കളയാതെ ആമയും മരക്കൊമ്പിന്റെ മധ്യഭാഗത്തായി കടിച്ചു പിടിച്ചു. ഉടൻ തന്നെ കൊക്കുകൾ ആമയുമായി പറന്നുയർന്നു. അതുവരെ താഴെ നിന്ന് മാത്രം കാഴ്ചകൾ കണ്ട ആമയ്ക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. വലിയ മരങ്ങളും മൃഗങ്ങളും എല്ലാം ചെറുതായി കാണുന്നു. ഉയരത്തിൽ നിന്ന് ഇങ്ങനെ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാഴ്ച കാണാൻ കഴിയുമെന്ന് ആമ കരുതിയിരുന്നില്ല. അവന് തന്റെ സന്തോഷം എല്ലാവരെയും വിളിച്ചറിയിക്കണം എന്ന് തോന്നി. എന്നാൽ വായ് തുറന്നാലുള്ള അപകടമോർത്ത് അവൻ മിണ്ടാതിരുന്നു. അവർ പറന്ന് ഒരു ഗ്രാമത്തിന്റെ മുകളിലെത്തി. അപ്പോഴും ആമ കാഴ്ചകൾ കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ചില ഗ്രാമവാസികൾ ഇത് കാണാനിടയായി. അവർക്ക് കൊക്കുകൾ എന്താണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായില്ല. അവർ അങ്ങനൊരു കാഴ്ച ആദ്യമായി കാണുകയായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇതെന്താണ് കൊക്കുകൾ കൊണ്ടുപോകുന്നത്? കണ്ടിട്ട് ഒരു തുണിക്കെട്ടാണെന്ന് തോന്നുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന മറ്റൊരാൾ പറഞ്ഞു, കൊക്കുകൾ എന്തിനാണ് തുണിക്കെട്ട് കൊണ്ടുപോകുന്നത്? ഇത് ഏതോ ഇരയെ ആഹാരമാക്കാൻ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ അവർ പരസ്പരം പറയുന്നത് ആമ കേൾക്കാനിടയായി. അവന് അപ്പോഴേക്കും മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. താൻ ആരാണെന്ന് പറയുന്നതിന് വേണ്ടി അവൻ അറിയാതെ വായ് തുറന്നു. വായ് തുറന്നതും ആമ താഴേക്ക് വീണു. കൊക്കുകൾ ഭയന്നു പോയി. അവർ ഉടൻ തന്നെ താഴേക്ക് പറന്നു. ആമ താഴേക്ക് പതിച്ചതും കൊക്കുകളുടെ കയ്യിൽ നിന്ന് എന്താണ് വീണതെന്നറിയാൻ ഗ്രാമവാസികൾ ആകാംക്ഷയോടെ അതിന്റെ അരികിലേക്ക് ഓടിയെത്തി. അതൊരു ആമയാണെന്ന് മനസ്സിലാക്കിയ അവർക്ക് അവനോട് സഹതാപം തോന്നി. നല്ലവരായ ആ ഗ്രാമവാസികൾ ബോധമില്ലാതെ കിടന്ന അവനെ എടുത്ത് ഒരു തടാകത്തിന്റെ കരയിൽ കൊണ്ടുപോയി വച്ചു. അപ്പോഴേക്കും കൊക്കുകളും ആമയെ അന്വേഷിച്ച് അവിടെ എത്തി. തടാകത്തിന്റെ കരയിൽ ആമയെ കണ്ട കൊക്കുകൾ അവന്റെ അടുത്തു തന്നെ ഇരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ആമയ്ക്ക് ബോധം വന്നു. അവൻ കണ്ണു തുറന്നതും ആദ്യം കണ്ടത് തന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെയായിരുന്നു. അവരെ കണ്ടതും ആമയ്ക്ക് വളരെയധികം സന്തോഷമായി. പക്ഷെ അവർക്ക് കൊടുത്ത വാക്കു പാലിക്കാത്തതിൽ അവന് ദുഃഖവും തോന്നി. അതുകൊണ്ട് തന്നെ അവൻ ഒന്നും മിണ്ടാതെ ഇരുന്നു. ആമ കണ്ണു തുറന്നത് കണ്ട കൊക്കുകൾക്ക് സന്തോഷവും ഒപ്പം സമാധാനവുമായി. അവർ ആമയോട് പറഞ്ഞു, നിന്നെ വീണ്ടും ജീവനോടെ കാണാൻ കഴിഞ്ഞത് ഭാഗ്യമാണ്. ആ ഗ്രാമവാസികൾ നല്ലവരായതുകൊണ്ട് നിന്നെ ഈ തടാകത്തിൽ കൊണ്ടുവന്ന് വച്ചു. നിന്നോട് ഞങ്ങൾ ആദ്യമേ വായ് തുറന്നാൽ ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് പറഞ്ഞതല്ലേ? വലിയൊരു അപകടമാണ് ഇപ്പോൾ ഒഴിവായത്. ഇത് കേട്ട ആമ ചുറ്റും നോക്കി. അതെ, വളരെ സുന്ദരമായ ഒരു തടാകം. അത് കണ്ടപ്പോൾ അവന് വളരെയധികം സന്തോഷമായി. ആമ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, കൂട്ടുകാരെ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഇനി ആവശ്യത്തിനല്ലാതെ സംസാരിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. പക്ഷേ നമുക്കിനി 3 പേർക്കും ഇവിടെ കഴിഞ്ഞാൽ മതിയല്ലോ. ആമയുടെ വാക്കുകൾ കേട്ട കൊക്കുകൾ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. നമുക്കിനി ഇവിടെ താമസിച്ചാൽ മതി. പുതിയ വാസസ്ഥലം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അങ്ങനെ ആ സുഹൃത്തുക്കൾ ഒരുപാട് കാലം സന്തോഷത്തോടെ ആ തടാകത്തിൽ കഴിഞ്ഞു. ആമയും കൂട്ടുകാരും എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? അമിതമായ സംസാരം പലപ്പോഴും ആപത്ത് ക്ഷണിച്ചു വരുത്തും. പാട്ടിന് കിട്ടിയ സമ്മാനം. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു അലക്കുകാരൻ ഉണ്ടായിരുന്നു. അയാൾ ഒരു കഴുതയെ വളർത്തിയിരുന്നു. രാവിലെ ആകുമ്പോൾ കഴുതയുടെ പുറത്ത് അലക്കാനുള്ള തുണികളും വച്ച് ആ അലക്കുകാരൻ പുഴക്കരയിലേക്ക് പോകും. വൈകിട്ടാകുമ്പോൾ തുണികളെല്ലാം അലക്കി ഉണക്കി കഴുതപ്പുറത്ത് വച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. വീട്ടിലെത്തിക്കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ അയാൾ തന്റെ കഴുതയെ കെട്ടഴിച്ച് സ്വതന്ത്രമായി വിട്ടിരുന്നു. ഈ സമയം കഴുത വയലുകളിലും മറ്റു പറമ്പുകളിലും പോയി തനിക്ക് മതിയാവോളം പച്ചപ്പുല്ലോ കായ്കനികളോ കഴിക്കും. അതിനുശേഷം പുലരുന്നതിന് മുൻപ് തന്നെ തന്റെ യജമാനന്റെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. കഴുത ഇങ്ങനെ രാത്രിയിൽ ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ഒരു ദിവസം ഒരു കുറുക്കനെ കാണുവാനിടയായി. പെട്ടെന്ന് തന്നെ അവർ നല്ല സുഹൃത്തുക്കളാകുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ ഒരുമിച്ചായി രാത്രിയിലുള്ള കറക്കം. അവർ രാത്രികളിൽ ഒരുമിച്ച് ആഹാരം തേടി കഴിച്ചു
സന്തോഷത്തോടെ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി കുറുക്കൻ പറഞ്ഞു, സുഹൃത്തെ, കുറച്ചകലെയായി ഒരു വെള്ളരിപ്പാടം ഞാൻ കണ്ടു. ഇന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? അവിടെ നിന്ന് നമുക്ക് മതിയാവോളം വെള്ളരിയും കഴിച്ചു മടങ്ങാം. കഴുത സമ്മതിച്ചു. അങ്ങനെ അവർ വെള്ളരിപ്പാടത്തേക്ക് പുറപ്പെട്ടു. നല്ല നിലാവുള്ള ദിവസമായിരുന്നു അത്. വെള്ളരിപ്പാടത്തെത്തി നല്ല സ്വാദിഷ്ടമായ വെള്ളരിക്കയും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴുതയ്ക്ക് ഒരാഗ്രഹം. അവൻ കുറുക്കനോട് പറഞ്ഞു, സുഹൃത്തെ, എനിക്ക് പൂർണ്ണചന്ദ്രനുള്ള തെളിഞ്ഞ ആകാശവും നിറയെ വെള്ളരികളുള്ള ഈ വെള്ളരിപ്പാടവും കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. ഈ സന്തോഷത്തിൽ ഞാൻ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. കഴുതയുടെ ആഗ്രഹം കേട്ട കുറുക്കൻ ഞെട്ടി. അവൻ പറഞ്ഞു, സുഹൃത്തെ, നിന്റെ ആഗ്രഹത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ നീ ഇപ്പോൾ ഇവിടെ നിന്ന് പാടുകയാണെങ്കിൽ അത് കേട്ട് കൃഷിക്കാർ എഴുന്നേൽക്കാൻ ഇടയുണ്ട്. അത് നമുക്ക് അപകടമാണ്. എന്നാൽ കഴുതയാകട്ടെ കുറുക്കൻ പറഞ്ഞത് ചെവിക്കൊണ്ടില്ല. അവൻ പറഞ്ഞു, ഒരു കാട്ടുമൃഗമായ നിനക്ക് സംഗീതത്തിനെ കുറിച്ച് എന്തറിയാം? പാട്ട് പാടാനും അത് ആസ്വദിക്കാനും ഒരു കഴിവ് വേണം. ഇതൊന്നുമില്ലാത്ത നിന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് കേട്ട കുറുക്കന് കഴുതയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഉടൻ തന്നെ കുറുക്കൻ കഴുതയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം എനിക്ക് സമയം തരണം. ഞാൻ ഈ പാടത്തു നിന്നും പുറത്തു പോയതിനു ശേഷം നീ പാടിക്കൊള്ളുക. ഇതും പറഞ്ഞ് കുറുക്കൻ പാടത്തിനു പുറത്തുള്ള ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ പോയി ആരും കാണാതെ ഒളിച്ചു. ഈ സമയം കഴുത തന്റെ മുഴുവൻ ശബ്ദവും എടുത്ത് പാടാൻ തുടങ്ങി. കഴുതയുടെ പാട്ട് കേട്ടതും കുറുക്കൻ പറഞ്ഞതുപോലെ കൃഷിക്കാർ ഉണർന്നു. അവർ പറഞ്ഞു, ഈ പാതിരാത്രിയിൽ ആരാണിങ്ങനെ ഇത്രയും ഒച്ചയെടുത്ത് അലറുന്നത്? ഇതും പറഞ്ഞവർ വെള്ളരിപ്പാടത്തേക്ക് നോക്കി. നല്ല നിലാവെളിച്ചമുള്ളത് കൊണ്ട് തന്നെ പാടത്തു നിന്നത് ആരാണെന്ന് കൃഷിക്കാർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവർ കല്ലുകളും വടികളുമായി വന്ന് കഴുതയെ ആക്രമിച്ചു. ഏറുകൊണ്ടും കമ്പുകൊണ്ടുള്ള അടികൊണ്ടും മുറിവേറ്റ കഴുത അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടിപ്പോയി. ഈ സമയം മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചിരുന്ന കുറുക്കൻ കൃഷിക്കാർ അവിടെ നിന്നും പോയി കഴിഞ്ഞതും പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, നല്ല മനോഹരമായി തന്നെയാണ് കഴുത പാടിയത്. ആ പാട്ടിന് അർഹിച്ച സമ്മാനവും കിട്ടി. ഇതും പറഞ്ഞ് കുറുക്കനും അവിടെ നിന്നും പോയി. പാട്ടിന് കിട്ടിയ സമ്മാനം എന്ന കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? സമയവും സന്ദർഭവും നോക്കാതെയുള്ള പ്രവൃത്തിക്ക് വിപരീത ഫലമാകും കിട്ടുക. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ കഥകൾ വായിക്കുന്നതിനായി storyMalayalam.com സന്ദർശിക്കൂ.